മക്കളെ, നമ്മൾ ഇന്ന് ജൂലിയ ആർ ലൂണ എന്ന കഹാനി, നേഹാ സിംഹിൻ്റെ വളരെ മനോഹരമായ കഹാനിയാണ്. മരത്തിനെ രക്ഷപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. മരത്തിനെ സ്നേഹിച്ച പെൺകുട്ടിയും അതുപോലെ തന്നെ ആ നാട്ടുകാരും. മരം മുറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളെ അവിടെ നിന്നും തുരത്തി ഓടിച്ച ഒരു കഥയാണിത്. വളരെ മനോഹരമായ കഥ. ഇത് നമുക്ക് ഫുള്ളായിട്ട് മലയാളത്തിൽ പറയാം. ഈ കഥ എന്താണ് എന്ന് മലയാളത്തിൽ പറയുകയാണിത്. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു മരം അല്ലേ? ഈ വലിയ മരം മുറിക്കാൻ വേണ്ടി ഒരു ദിവസം നമുക്ക് ഈ പിക്ചറിൽ കണ്ട ഒരു വലിയൊരു തടിച്ചിട്ടുള്ള വ്യക്തി, അതുപോലെ ബലിഷ്ഠരായ കുറച്ച് ആളുകൾ ഈ വലിയ മരം മുറിക്കാൻ വേണ്ടി കാട്ടിലെത്തുന്നു. ഈ കാട്ടിലുള്ള ഈ മരത്തിനെ സ്നേഹിക്കുന്ന പെൺകുട്ടി അത് കാണുകയും ആ കാഴ്ച കണ്ടിട്ട് പെൺകുട്ടി എന്ത് ചെയ്യുന്നു? മരം മുറിക്കാതിരിക്കാൻ വേണ്ടി അവൾ പെട്ടെന്ന് തന്നെ ഓടി മരത്തിന് മുകളിൽ കയറുന്നു. മരത്തിന് മുകളിൽ കയറിയിരുന്നിട്ട് മരം മുറിക്കാൻ അനുവദിക്കാതെ അവിടെ ഇരിക്കുന്നു. മരം മുറിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് അപകടം പറ്റൂലേ? പെൺകുട്ടി ഇരിക്കുമ്പോൾ തന്നെ മരം മുറിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്തു? അവളെ ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായി. അവൾ ഇറങ്ങിയതിന് ശേഷമേ മരം മുറിക്കാൻ പറ്റുകയുള്ളൂ. ആളുകൾ അവളെ ഇറക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തി. പക്ഷേ അവൾ ഇറങ്ങുന്നില്ല. അവൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു, ഇറങ്ങാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. പക്ഷെ അവൾ അതനുസരിച്ചില്ല. പിന്നീട് അവരെന്ത് ചെയ്തു? അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പിന്നീട് അവളെ ഭയപ്പെടുത്താൻ തുടങ്ങി. എന്തു തന്നെയായിട്ടും ആ പെൺകുട്ടി മരത്തിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. അവൾ പറഞ്ഞു, ഞാൻ ഇറങ്ങുകയില്ല എന്ന് തന്നെ അവൾ പറഞ്ഞു. അവൾ മരത്തെ കെട്ടിപ്പിടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് മരത്തിനെ കെട്ടിപ്പിടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ആളുകൾ ചിന്തിച്ചു, അവൾ എപ്പോഴെങ്കിലും ഇറങ്ങി പോകുമല്ലോ, അപ്പോൾ മരം മുറിക്കാം എന്ന് കരുതിയിട്ട് അവരവിടെ മരം മുറിക്കാൻ വേണ്ടിയിട്ട് സമയം കാത്തിങ്ങനെ ഇരിക്കാൻ തുടങ്ങി. എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത്, പെൺകുട്ടി ഇറങ്ങിപ്പോകുന്ന സമയത്ത് മരം മുറിക്കാമെന്ന് കരുതി അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ അവരുടെ കാത്തിരിപ്പ് എത്ര ദിവസം നീണ്ടു എന്ന് നോക്കാം. അവർ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ആ പെൺകുട്ടി ആ മരത്തിൽ നിന്നും ഇറങ്ങുന്നില്ല. ഇത്രയും സമയം, മാസങ്ങളോളം അവരും കാത്തിരുന്നു. പെൺകുട്ടി മരത്തിൽ നിന്ന് ഇറങ്ങുന്നില്ല. അങ്ങനെ ആ കഥ നാടറിഞ്ഞു, നാട്ടിലുള്ളവരറിഞ്ഞു. ആ പെൺകുട്ടി ഇങ്ങനെ മരത്തിൽ കയറിയിരിക്കുന്നതും അറിഞ്ഞ് നാട്ടുകാരെന്ത് ചെയ്തു? നാട്ടുകാർ അവൾക്ക് വേണ്ടി കഴിക്കാനുള്ള ഭക്ഷണം, വെള്ളം, സ്റ്റൗ, അതുപോലെ തന്നെ പുസ്തകങ്ങൾ, അവൾക്ക് കിടക്കാനുള്ള മെത്ത, കമ്പിളി, വസ്ത്രങ്ങൾ എല്ലാം അവൾക്ക് കൊണ്ടുവന്നു കൊടുത്തു. അപ്പോൾ ആ കൊടുത്ത ആളുകളോട്, ആ ജനങ്ങളോട് അവൾ നന്ദി പറഞ്ഞു. എന്നിട്ട് ഈ പക്ഷികൾ കൂട് വെക്കുന്നത് പോലെ അവൾക്ക് വേണ്ടി കിടക്കാനുള്ള ഒരു സ്ഥലം മരത്തിൽ ഒരുക്കി. അവൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പക്ഷികൾ എങ്ങനെയാണോ കൂട് വെക്കുന്നത് അതുപോലെ അവൾക്ക് വേണ്ടിയുള്ള ഒരു പാർപ്പിടം അവൾ തയ്യാറാക്കി. മഴ വന്നു, തണുപ്പ് വന്നു, മഞ്ഞ് വീണു, എന്തു തന്നെയായിട്ടും മരം അവളെ രക്ഷപ്പെടുത്തി നിർത്തി. കൊടുങ്കാറ്റ് വന്നു, എന്തൊക്കെ വന്നോട്ടെ, മരം എന്ത് ചെയ്തു? അവളെ രക്ഷപ്പെടുത്തി നിർത്തി. അതുപോലെ തന്നെ മരം മുറിക്കാൻ അനുവദിക്കാതെ മരത്തിനെ അവളും രക്ഷപ്പെടുത്തി. ഇടയ്ക്ക് അവൾ മരത്തിനോട് ചോദിക്കും, ഞാൻ കഥ വായിച്ച് കേൾപ്പിക്കട്ടെ എന്ന് മരത്തിനോട് ചോദിക്കും. മരത്തിന് അവൾ കഥ പറഞ്ഞു കൊടുക്കും എന്നാണ് പറയണത്. അപ്പോൾ മരം എന്താ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക? അവൾക്ക് വേണ്ടി പാട്ട് കേൾപ്പിച്ചു കൊടുക്കും. എങ്ങനെയുള്ള പാട്ടാണ്? ആ മരത്തിൻ്റെ ഇലകളിലൂടെ കാറ്റ് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം, അത് ഒരു രാഗമായിട്ട് അവൾക്ക് കേൾപ്പിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഹട്ടേ കട്ടെ ആത്മീയോങ്കെ സേട്ടിനെ അജീബുകർ. അങ്ങനെ ഈ ബലിഷ്ഠരായ വ്യക്തികൾക്ക് ഈ മരം മുറിക്കാൻ സാധിക്കാതെ അവരാകെ വിഷമിച്ച് നിൽക്കുകയാണല്ലേ. അപ്പം എങ്ങനെയെങ്കിലും ഈ മരം മുറിച്ചിട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടി അവരൊരു ഐഡിയ കണ്ടെത്തി. എന്താണ് അവരുടെ ഉപായം? അവർ വളരെ വിചിത്രമായ ഒരു ഉപായമാണ് അവർ കണ്ടെത്തിയത്. അവർ മരത്തിൻ്റെ താഴെ നിന്നിട്ട് ലൗഡ് സ്പീക്കറിൽ വലിയ സൗണ്ട് ഉണ്ടാക്കുക. പിന്നീട് മരത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറത്തി വിട്ടിട്ട് സൗണ്ട് ഉണ്ടാക്കി പെൺകുട്ടിയെ അവിടെ നിന്ന് ശല്യം ചെയ്യുക. പെൺകുട്ടിക്ക് അവിടെ കിടക്കാനോ ഉറങ്ങാനോ ഒന്നും സ്വസ്ഥത കൊടുക്കാതെ ശല്യം ചെയ്തിട്ട് താഴെ ഇറക്കാമെന്നൊക്കെ അവർ ചിന്തിച്ചു. അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. തും ഹമാരി ദോസ്തി കബി നഹി തോട് പാവോगे. അപ്പോൾ അവൾ പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് അവൾ ഉറച്ച ശബ്ദത്തിൽ പറയുകയാണ്.
അവരുടെ വിചിത്രമായ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ ലോകം മുഴുവൻ പ്രസിദ്ധമായി. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഈ മരത്തിനെയും ഈ കുട്ടിയെയും കാണാൻ വേണ്ടി ആളുകൾ തള്ളി നിറഞ്ഞു നിന്നു. ആളുകൾ അവർക്ക് ചുറ്റും ഗിർദ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചാരവും അവർക്ക് ചുറ്റിലും അവർക്ക് ഈ മരത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്കും ചുറ്റിലുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു. ഈ ബലിഷ്ഠരായിട്ടുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ അതിൻ്റെ യജമാനനായിട്ടുള്ള ആളുകൾക്കും വരെ ഈ മരം മുറിക്കാൻ വന്നിട്ടുള്ള കുറച്ച് ബലിഷ്ഠരായ വ്യക്തികളുണ്ടല്ലോ, അവർക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്ന നേതാവിനും ഈ പെൺകുട്ടിയെയും അതുപോലെ തന്നെ മരത്തിനെയും അവരെ സ്നേഹിക്കുന്ന ആളുകളെയും അവരുടെ ഫ്രണ്ട്ഷിപ്പും അവരെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടല്ലേ, അവരെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെയും ഒക്കെ ഇവർ ഭയപ്പെടാൻ തുടങ്ങി. പിന്നെ ഈ പെൺകുട്ടിയെയും ഈ ആളുകളെയും മരത്തിനെയൊക്കെ അവർ ഭയപ്പെടാൻ തുടങ്ങി. അവർക്ക് ഇനി ഒരിക്കലും മരം മുറിക്കാൻ സാധിക്കുകയില്ല എന്നവർക്ക് തീർച്ചയായി. അങ്ങനെ അവർ ഏകദേശം 738 ദിവസം വരെ മരം മുറിക്കാൻ വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന അവർ ഒരു ദിവസം ആരോടും ഒന്നും പറയാതെ അവിടെ നിന്ന് മെല്ലെ പോവുകയാണ്, അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ആ സമയത്ത് പെൺകുട്ടി പറയുന്നു, എനിക്ക് വാക്ക് തരണം, ഈ കാട്ടിലുള്ള ഒരു മരവും നിങ്ങൾ ഇനി ഒരിക്കലും മുറിക്കുകയില്ല എന്ന് എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ആ സേട്ടിനോട് വാഗ്ദാനം ചെയ്യിപ്പിക്കുന്നു. ഒരിക്കലും ഈ കാട്ടിൽ നിന്നും മരങ്ങൾ മുറിക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്യിപ്പിക്കുകയും മരത്തിനെയും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ മരങ്ങളെയും ആ പെൺകുട്ടി രക്ഷപ്പെടുത്തുന്നു. ആ രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ. പിന്നെ അവളെ രക്ഷിച്ച മരത്തിൻ്റെ പേരാണ് ലൂണ. ഇതാണ് ഈ വളരെ മനോഹരമായിട്ടുള്ള കഹാനി. ഇന്നും അവർ നല്ല ഫ്രണ്ട്സായിട്ട് കഴിയുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, വളരെ മനോഹരമായ ഒരു കഥയാണ്. ഇത് ഫുള്ള് മലയാളത്തിൽ പറഞ്ഞതാണിത്. ഇതിനെ വായിക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്, നമ്മൾ ഈ ചാപ്റ്റർ വിടുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള മറ്റൊരു ക്ലാസ്സും കൂടെ ഉണ്ട്. എല്ലാ ക്ലാസ്സും നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ കമൻറ്റിന് വേണ്ടി പ്രതീക്ഷയോടെ ഞാനിവിടെ കാത്തിരിക്കുന്നു.